ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോളേജിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 14th ഓണം സെലിബ്രേഷൻ. 13th ഉച്ചയ്ക്ക് നെയിം റിവീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റീൽസ് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയ്ക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ വലിയ ഇൻട്രോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കതിനൊന്നും പറ്റിയില്ല. അപ്പോൾ 8:30 തൊട്ട് 9:30 വരെയാണ് പൂക്കളം കോമ്പറ്റീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സമയം 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതുപോലെ പെട്ടെന്ന് ഈ സാരി കൊടുത്ത് ഒരുങ്ങി വന്നപ്പോഴത്തേക്കും സമയം ഓൾറെഡി 8:30 കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം എല്ലാവരും വന്നപ്പോഴത്തേക്കും സമയം 9 മണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളവരൊക്കെ വെച്ച് പറ്റും പോലെ ഞങ്ങൾ പൂക്കളം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പൂക്കളം. അപ്പോൾ ഞങ്ങളുടെ പൂക്കളത്തിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് പെട്ടെന്ന് തന്നെ ഹാപ്പി ഓണമെന്നും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റായിട്ട് ചുറ്റുപാട് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ടായി. കാരണം 1 മണിക്കൂർ ടൈം അലവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് 1 മണിക്കൂർ തികച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയതാണ്. നമ്മൾ നേരത്തെ അത് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും ആഗ്രഹിച്ച പോലെ സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടി. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നപ്പം ജസ്റ്റ് ചെറിയൊരു പ്രസംഗം പോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിനെയൊക്കെ ഇരുത്തിയിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ പരിപാടി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ തിരുവാതിരയാണ് കേട്ടോ. അപ്പം പാട്ടിട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ടിട്ടാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഇതൊക്കെ ആൻഡ്രോയിഡ് ഫോണിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കൂ കേട്ടോ. ആ ട്രയൽ നോക്കുമ്പോൾ അത് ശരിയാവും. പിന്നീട് പറഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പോൾ മൊത്തം എനിക്ക് നാക്കൊളുക്കുന്നു. എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. തിരുവാതിര കഴിഞ്ഞിട്ട് തേർഡ് ഇയേഴ്സിൻ്റെ ഒരു ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, വിത്ത് മാവേലി. അപ്പോൾ ഫസ്റ്റ് ഇയറിലൊരു കുട്ടിയായിരുന്നു മാവേലി ആയിട്ടുണ്ടായിരുന്നത്. അപ്പം തേർഡ് ഇയേഴ്സ് ആയിരുന്നു കേട്ടോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അവരുടെ വക ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു. ഇതിനും നല്ല അടിപൊളി കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു ഇതായിരുന്നു. അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്നിൻ്റെയും ഞാൻ പാട്ട് ഇട്ടിട്ടില്ല. ജസ്റ്റ് വോയിസ് ഓവർ അല്ലെങ്കിൽ മ്യൂസിക് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുരുഷ കേസരിയും മലയാളി മങ്കയും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു.
കഴിഞ്ഞിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. അത് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് പൊട്ട് വെച്ച് കൊടുക്കണം. ബോയിയുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഗേള് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ബോയ് ഗേളിന് അങ്ങനെ പൊട്ട് വെച്ച് കൊടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആ ചേച്ചിക്ക് കുപ്പി എന്തോ ചിളങ്ങിയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുന്നേ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ റിലേ. പക്ഷേ അത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ന്യൂസ് പേപ്പറിലേക്ക് മുമ്പായിട്ട് വേറൊരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പേപ്പർ, ഒരു 2 ഷീറ്റുള്ള പേപ്പർ നിവർത്തിയിട്ടിട്ട് അതിനകത്ത് 2 പേര് കയറി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സ് സോങ് വെക്കും. അപ്പോൾ ഡാൻസ് ചെയ്യണം, പക്ഷേ കാല് പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ പേപ്പർ ഫോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കണം, കാല് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ ഏറ്റവും കൂടുതൽ പേപ്പർ മറക്കിയിട്ടും കാല് പുറത്ത് പോകാതെ നിൽക്കുന്നവരായിരിക്കും കേട്ടോ വിന്നേഴ്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയേഴ്സിന് തന്നെയാണ് കിട്ടിയത്. ആ സൈഡിൽ 2 പാവാടയും ബ്ലൗസ് ഇട്ട് നിൽക്കുന്ന ബ്ലൂ ആൻഡ് വയലറ്റ് കളറിട്ട് നിൽക്കുന്ന അവർക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. ഗെയിമിൻ്റെ വീഡിയോ അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ച് കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി വെച്ച് കട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഗെയിംസൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു DJ പോലെ ജസ്റ്റ് കുറച്ച് പാട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ക്ലിപ്പിങ്സ് കാണാം. പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ വിളമ്പിയപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. സത്യത്തിൽ ഇതുവരെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ സദ്യ കഴിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോവായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ തലേന്നായതുകൊണ്ട് എല്ലാവരും തന്നെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.